ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീം ക്യാൻസിയോൺ. അപ്പം ഞങ്ങളിന്ന് നമ്മുടെ തുടരും മൂവി കണ്ടിട്ട് ഇപ്പം ഇറങ്ങി. എന്താണ് പറയാനുള്ളത്? നമുക്ക് ആദ്യം ജോലിച്ചും പറയുന്നത് കേൾക്കാം. പറഞ്ഞോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സിനിമ. പഴയ ലാലേട്ടൻ വൈബ്, പണ്ടത്തെ ലാലേട്ടന്റെ സെറ്റപ്പ്, ഡാൻസ് അല്ല ലാലേട്ടന്റെ കോമഡി, പിന്നെ ബാക്കി അഭിനയത്തിന്റെ ഉള്ള ആ സെറ്റപ്പുകള്, പിന്നെ ഫൈറ്റ് എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് മിക്സ് ആയിരുന്നു. എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സിനിമ ഉണ്ട്, കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്. ഫാമിലി സെറ്റപ്പ്, പിന്നെ ഇമോഷണൽ ആണ്. പിന്നെ വില്ലൻ സൂപ്പർ ആയിരുന്നു. വില്ലനാണേലും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. നമ്മള് തിയേറ്ററിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വില്ലനാണ് ഒരു സംഭവം. അത് അടിപൊളിയായിരുന്നു. അതുപോലെ കഥയുടെ രീതിയും ഭയങ്കര ഒരു നല്ല മെസ്സേജും കാര്യങ്ങളൊക്കെ തരുന്ന. ഞാനിങ്ങനെ റിവ്യൂ അല്ല, ഞാൻ ഒന്നും കാണാൻ നേരെ സിനിമ അങ്ങനെ നോക്കി പോയതാ. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയായിരുന്നു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചൊരു ഫീൽ ഗുഡ് മൂവിയാന്ന് വിചാരിച്ച് ഞാൻ പോയത്. പക്ഷെ ഫീൽ ഗുഡ് അല്ല കേട്ടോ. അങ്ങനെ ഫീൽ ഗുഡ് ഉണ്ട്, അതായത് നമുക്ക് ആ ഒരു വൈബ് കിട്ടും. പക്ഷെ കംപ്ലീറ്റ് ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഫാമിലി വേറെ സെറ്റപ്പ് ഒരു സിനിമ. പക്ഷെ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും, എല്ലാവർക്കും കാണാൻ പറ്റും. നമുക്ക് ലാലേട്ടനെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എമ്പുരാനിൽ കണ്ട ലാലേട്ടനെക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ന് കണ്ട ലാലേട്ടനെ അല്ലെ? തരുൺ മൂർത്തി ആ ഒരു ലാലേട്ടനെ പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ദൃശ്യത്തിന് ശേഷം ആ ഒരു സെറ്റപ്പിൽ വന്നൊരു സിനിമ. മോഹൻലാലിന്റെ ആ ഒരു കുട്ടിക്കളി, ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ള ശോഭന അഭിനയം, പിന്നെ അവരുടെ എല്ലാം മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പ് എല്ലാം കൊള്ളാം. മേക്കിംഗ് നല്ല രസമുണ്ട്. ആദ്യത്തെ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നല്ലൊരു മേക്കിംഗ് ആണ്. ഒരുപാട് ലാഗൊന്നും അടിച്ചൊന്നുമില്ല. അതുപോലെ മ്യൂസിക് ജെയ്ക്സ് ബിജോ അല്ലേ മ്യൂസിക് ചെയ്തേക്കുന്നത്? അതെ, സംഭവം പുള്ളി ചെയ്തേക്കുന്ന അടിപൊളി. പക്ഷെ എനിക്കാണെങ്കിൽ ആദ്യം കുറച്ച് ലാഗ് ആണോ? എനിക്ക് അതിനെ ലാഗെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം വേണം. അതായത് ആ ഒരു കൺസെപ്റ്റിലെ ആ കഥ അവിടെ എത്തത്തുള്ളൂ. അല്ലാതെ നമുക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യുമായിരുന്നു. അതാണ് സംഭവം. അത് ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമേ ഉള്ളായിരുന്നു അതിന്റെ ഒരു സെറ്റപ്പ്. പക്ഷെ ഓവറോൾ നല്ല അടിപൊളി പടം. എമ്പുരാന് ശേഷം മോഹൻലാൽ പിന്നെയും ഹിറ്റടിക്കും, ഉറപ്പായിട്ടും. ഇനി വെയിറ്റ് ചെയ്യുന്നത് ആ പ്രൊമോ സോങ്ങിന് വേണ്ടിയിട്ടാ. ആ ഒരു 3 മിനിറ്റ് ഉള്ള ഷൂട്ട് ചെയ്തൊരു പ്രൊമോ സോങ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രൊമോ സോങ് ഷൂട്ട് ചെയ്തായിരുന്നു ഈ വേൽമുരുക ഫൈബിലൊരു സംഭവം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി പടം വെച്ച് നോക്കുവാണെങ്കിൽ പടം അടിപൊളി പടം. അത് അവക്ക് തോന്നിയത് അതുകൊണ്ട് ഇത്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡയലോഗ്സും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊട്ടും മടുപ്പിച്ചിട്ടില്ല. അതായത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ടാണ് ആ സംഭവങ്ങളൊക്കെ പ്രസന്റ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഒരു അടിപൊളി പടം. അപ്പം എല്ലാരും കാണുക. അപ്പൊ എല്ലാരും കാണുക. അപ്പൊ എല്ലാരും കാണുക. കണ്ടിട്ട് നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ പറയാം. ഈ പറഞ്ഞ പോലെ റിവ്യൂ ചെയ്ത് നശിപ്പിക്കരുത്. നമുക്ക് ഒപ്പീനിയൻ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം കേട്ടോ. ഞങ്ങള് നമ്മുടെ ഒരു പേഴ്സണൽ റിവ്യൂ എന്ന രീതിക്കാണ് പറഞ്ഞത്. നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. നല്ലൊരു സിനിമയാണ്. നല്ലൊരു മെസ്സേജ് എൻഡിങ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മെസ്സേജ്. ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ പടങ്ങൾ ശരിക്കും കുറവാ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഒരു നല്ല മെസ്സേജ് ഒക്കെ തരുന്ന ഒരു നല്ല സിനിമ. അപ്പം ബൈ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഞങ്ങൾ ഇങ്ങനത്തെ ഫിലിം റിവ്യൂ ഇടണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ ഇനി ഇടുന്നതായിരിക്കും. അത് വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ അതും പറയുക, ഞങ്ങൾ നിർത്തുന്നതായിരിക്കും. ഇതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.